ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, വെൽക്കം ടു ഹഗ്ബഗ് ടോക്സ്. ആരാണ് ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കാത്തത്? അതെ, എല്ലാവരുടെയും ലൈഫിൽ സന്തോഷമായിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. സന്തോഷമായിട്ടിരിക്കാൻ അങ്ങനെ എല്ലാവർക്കും എപ്പോഴും പറ്റും? അങ്ങനെ ചോദിച്ചാൽ എല്ലാവർക്കും ഒന്ന് 24/7 ഒന്നും സന്തോഷമായിട്ടൊന്നും ഇരിക്കാനൊന്നും പറ്റത്തില്ല. നമ്മുടെ മൂഡ് ചിലപ്പം ദേഷ്യമായിരിക്കാം, സങ്കടമായിരിക്കാം, വിഷമമായിരിക്കാം, ആവേശമായിരിക്കാം, ഭയമായിരിക്കാം, നിരാശയായിരിക്കാം. അപ്പോൾ അതുപോലുള്ളൊരു വികാരം മാത്രമാണ് എന്തോന്ന് സന്തോഷം എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ മൂഡിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ മൂഡിനെ ഒന്ന് ഫ്രഷ് ആക്കി ഇരിക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുമുള്ള ഹാപ്പി ആയിട്ടിരിക്കുന്ന കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട്. അവരൊക്കെ എങ്ങനെയാണ് അവരുടെ മൂഡൊക്കെ ഒന്ന് റീഫ്രഷ്ഡ് ആക്കി ഇരിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇന്ന് നമ്മുടെ ഹഗ്ബഗ് ടോക്സിൽ സംസാരിക്കാൻ പോകുന്നത് 7 ഹാബിറ്റ്സ് ഓഫ് ഹാപ്പി പീപ്പിൾ ആണ്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി പോഡ്കാസ്റ്റ്. അപ്പോൾ നമ്മുടെ മൂഡൊന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ടിപ്പ് ഇതാണ്: സ്മൈൽ. നമ്മുടെ വടക്ക് നോക്കിയ യന്ത്രത്തിൽ മമ്മൂക്കായ പറയുന്ന പോലെ ചിരിക്കുക. നമ്മൾ ചിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രെയിനിലുള്ള ഹാപ്പി ഹോർമോണായ ഡോപ്പമൈൻ റിലീസ് ചെയ്യും. നമ്മൾ ഈ ഫീൽ ഗുഡ് സത്യൻ അന്തിക്കാട് പടം കാണുന്ന പോലെ നമ്മുടെ ബോഡിയിലും ഒരു ഫീൽ ഗുഡ് കെമിക്കൽ റിലീസ് ചെയ്യും. സോ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു ചിരിയോടുകൂടി ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നത്തെ മൂഡ് തന്നെ ഒന്ന് ഫ്രഷ് ആൻഡ് ഫീൽ ഗുഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും. ഒന്നുമില്ലെങ്കിൽ വേറൊരാളെ നോക്കി ചിരിക്കണമെന്ന് തന്നെ ഞാൻ പറയുന്നില്ല. അങ്ങനെ ചിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക മറ്റൊരാളെ നോക്കി ചിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ കണ്ണാടി നോക്കിയിട്ടൊന്ന് ചിരിച്ചു തുടങ്ങാം. അടുത്ത് നമ്മുടെ ബോഡി മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആക്കി ഇരിക്കാൻ പറ്റിയ രണ്ടാമത്തെ ടിപ്പാണ് മൂവ് യുവർ ബോഡി, ബൂസ്റ്റ് യുവർ മൈൻഡ്. അപ്പം വേറൊന്നുമല്ല, ഇത് എക്സസൈസ് ആണ് ഉദ്ദേശിക്കുന്നത്. എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഫിസിക്കൽ ഹെൽത്തുമായിട്ട് കോറിലേറ്റ് ചെയ്ത് വെക്കും. എക്സസൈസ് ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല, അതൊരു ഹാപ്പിനെസ് ബൂസ്റ്റർ കൂടിയാണ്, അതൊരു മെൻ്റൽ ഹെൽത്തിൻ്റെ ഭാഗം കൂടിയാണ്. എക്സസൈസ് എന്തും ആകാം. ഇപ്പോൾ ഒരു മോർണിംഗ് വാക്ക് ആകാം, അല്ലെങ്കിൽ യോഗയാകാം, അതും അല്ലെങ്കിൽ ഒരു നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടിന് ഡാൻസ് കളിക്കുന്നതും ആകാം, എന്തും ആകാം. നമ്മുടെ ബോഡി എന്ത് ചെയ്യുക, ഒന്ന് മൂവ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നമുക്ക് രാവിലെ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ വൈകിട്ട് നടക്കാം. ജോലിക്ക് കഴിഞ്ഞ് വന്നിട്ട് ലെഷറായിട്ട് ഒന്ന് ഫ്രീ ആയിട്ടൊന്ന് നടന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ എന്ത് ചെയ്യും, മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ്ഡ് ആകും. സോ മൂവ് യുവർ ബോഡി, ബൂസ്റ്റ് യുവർ മൈൻഡ് ആൻഡ് യുവർ മൈൻഡ് വിൽ താങ്ക് യു. അടുത്തത് എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ഒരു ഹാബിറ്റാണ്. എൻ്റെ മൂഡൊക്കെ ഒന്ന് സ്റ്റേബിളാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പേഴ്സണലി ഫോളോ ചെയ്യുന്നതാണ്. വേറൊന്നുമല്ല, സ്ലീപ്പ്, ഉറക്കം. അറ്റ്ലീസ്റ്റ് ഒരു 7 hours നന്നായിട്ട് ഉറങ്ങണമെന്നാണ് നമ്മുടെ വിദഗ്ധർ പറയുന്നത്. നന്നായിട്ട് നല്ലൊരു ക്വാളിറ്റി സ്ലീപ്പ് നമ്മൾ ഡെയിലി എൻഷുർ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഒരു മൂഡൊക്കെ ഒന്ന് റീഫ്രഷ്ഡ് ആക്കി ഇരിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ക്വാളിറ്റി സ്ലീപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഡീപ്പ് സ്ലീപ്പ് എങ്ങനെ ചെയ്യാം, അതിന് നമ്മൾ എൻവയോൺമെൻറ്റ് എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണമെന്നൊക്കെ ഞാനൊരു ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് എൻ്റെ ഒരു പോഡ്കാസ്റ്റിലിടാം. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് സ്ലീപ്പ് എൻഷുർ ചെയ്യുക. 7 hours, അറ്റ്ലീസ്റ്റ് 7 hours സ്ലീപ്പ്. അത് വെറും സ്ലീപ്പല്ല, ക്വാളിറ്റി സ്ലീപ്പ് തന്നെ എൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷണൽ വെൽബീയിങ്ങിന് അത് ഒത്തിരിയധികം സഹായിക്കും. അപ്പോൾ നാളത്തെ ഹാബിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ഷൻ ആൻഡ് കൈൻഡ്നെസ് ആണ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരായിട്ട് നിങ്ങൾ കൂടുതൽ കണക്റ്റ് ആയിട്ടിരിക്കുക, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കുക. ഒരു തരത്തിലും നമ്മളെ ജഡ്ജ് ചെയ്യാത്ത, നമ്മളെ കുറ്റപ്പെടുത്താത്ത, അല്ലെങ്കിൽ മുൻവിധികളോടുകൂടെ നമ്മളെ സമീപിക്കാതെ നമ്മളായിട്ട് തന്നെ അംഗീകരിക്കുന്ന കുറേ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് കണക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ സൗഹൃദങ്ങൾ മാത്രമല്ല, ഫാമിലി ആയിരുന്നാലും ശരി, ഫ്രണ്ട്സ് ആകാം, ആരും ആകാം. നമ്മളെ നന്നായിട്ടിരിക്കാൻ, നമ്മുടെ വളർച്ചയിലും സന്തോഷം കണ്ടെത്തുന്ന അങ്ങനെയുള്ള നല്ല ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക. പിന്നെ മറ്റുള്ളവരോട് അനുഭാവം പൂർവ്വം പെരുമാറാൻ ശ്രമിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കൊച്ചു കൊച്ചു നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇതുവഴി നമ്മുടെ ഹാപ്പിനെസ് എപ്പോഴും നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ്ഡ് ആക്കിയിരിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ 5ാമത്തെ ഹാപ്പി ഹാബിറ്റ് എന്ന് പറയുന്നത് ഡൈവ് ഇൻ ടു ഫ്ലോ ആണ്. എന്താണ് ഫ്ലോ? ഫ്ലോ എന്ന് പറയുന്നത് ഒരുതരം ഒഴുക്കാണ്. ഒഴുക്കെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു പടം വരയ്ക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ഗാർഡനിങ് ചെയ്യുകയായിരിക്കാം, അല്ലെങ്കിൽ പാചകം ചെയ്യുകയായിരിക്കാം.
അല്ലെങ്കിൽ ഡാൻസ് കളിക്കുകയായിരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രവൃത്തിയിൽ തന്നെ മുഴുകിക്കൊണ്ട് സമയം പോകുന്നത് പോലും അറിയാതെ അതിൽ തന്നെ ഇഴുകി ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെയാണ് നമ്മൾ എന്തോ പറയുന്നത്, ഫ്ലോ എന്ന് പറയുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഒഴുക്ക്, നിങ്ങളുടെ ഫ്ലോ എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? അപ്പോൾ അറിയത്തില്ലെങ്കിൽ അത് കണ്ടുപിടിക്കുക. ജസ്റ്റ് ബി ഇൻ ദാറ്റ് ഫ്ലോ. ആ മൊമെൻറ്റിലായിരിക്കുക എന്നതാണ് ഇതിനെ മെയിനായിട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ബി ഇൻ ദാറ്റ് മൊമെൻറ്റ്. ആ മൊമെൻറ്റിലായിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക, വേറൊരു ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ ബി ഇൻ ദാറ്റ് മൊമെൻറ്റ്. അടുത്ത 6ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അന്നത്തെ ദിവസം നമ്മുടെ ലൈഫിൽ നടന്ന എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ചിട്ട്, നല്ലൊരു കോഫി ആയിരിക്കാം, നല്ല ഒരു സൺസെറ്റ് കാണുന്നതായിരിക്കാം, അത് എന്തും ആകാം, ലൈഫിൽ നടക്കുന്ന എന്തും ആകാം, ചെറുതോ വലുതോ ആയിട്ടുള്ള എന്ത് കാര്യം ഒന്നിലത് നോട്ട് ചെയ്ത് വെക്കുക, എഴുതി വെക്കുക, അല്ലെങ്കിൽ ഉറക്കെ പറയുക, അല്ലെങ്കിൽ ജസ്റ്റ് സിംപ്ലി അത് ഒന്ന് ഫീൽ ചെയ്താലും മതി. അപ്പോൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക. നമ്മുടെ അവസാനത്തെ ഹാപ്പി ഹാബിറ്റിലോട്ട് എത്തിയേക്കുവാണ്. 7th ഹാബിറ്റാണ് ലൈഫ് ലോങ് ലേണിംഗ്. എന്തുവാ ഹഗ്ബൊക്കെ ഒരു 14-16 കൊല്ലം പഠിച്ചിട്ട് വീണ്ടും ലൈഫ് ലോങ് ലേണിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതെ, നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും ക്യൂരിയസ് ആയിട്ടിരിക്കാൻ നമ്മുടെ ബ്രെയിൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. അവർ ബ്രെയിൻ ത്രൈവ്സ് ക്യൂരിയോസിറ്റി. സോ കീപ് ലേണിംഗ്. ഇപ്പം എന്തുവാ പഠിക്കേണ്ടേ, ഇത്രയും കൊല്ലമായി, ഇനി എന്താ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഇനി ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പുതിയ ലാംഗ്വേജ് ആകാം, അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആകാം, അല്ലെങ്കിൽ ഈ കോസ്മോസിനെ പറ്റിയിട്ട് മനസ്സിലാക്കുന്നതാകാം, ക്വാണ്ടം ഫിസിക്സ് ആകാം, അല്ലെങ്കിൽ പാചകമാകാം, എന്തും ആകാം. ഒരു പുതിയ കാര്യം പഠിക്കുക, അത് ആ പുതിയ കാര്യം പഠിക്കുമ്പോഴത്തേക്ക് ആ ഗ്രോത്തിൽ എൻജോയ് ചെയ്യുക. ഇതൊക്കെയെന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനെ കുറച്ചുകൂടെ ആക്റ്റീവാക്കി ബൂസ്റ്റാക്കി വെക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക, ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു ഡെസ്റ്റിനേഷൻ ഒന്നും അല്ല, അതൊരു ജേണിയാണ്. ഇപ്പോൾ കുറേ നാളായിട്ട് പ്രൊലോങ്ഡ് ആയിട്ട് നിരാശ, സങ്കടം എന്നിവയാണ് അവസ്ഥ. ഒന്ന് മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് മാറാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എൻ്റെ തോട്ട്സ് ഒന്നും കൃത്യമായിട്ട് പ്രോസസ്ഡ് ഒന്നും അല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ, മൂഡൊന്ന് ഹാപ്പി ആക്കി ഇരിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ആരോടെങ്കിലും എന്തെങ്കിലും തുറന്നു പറയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ജസ്റ്റ് പ്ലീസ് ഡു കൺസൾട്ട് വിത്ത് എ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക, മൈൻഡ് ക്ലിയർ ആക്കുക. ചില സമയത്ത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമൊന്നുമല്ല, അപ്പോൾ നമുക്കൊരു പ്രൊഫഷണലിനോട് സംസാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മൂഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കാനുള്ള നമ്മുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ടിപ്സും ട്രിക്സും ഒക്കെ അവർ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ 7 ഹാബിറ്റ്സ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. Until next time, remember you are worthy of all the happiness in the world. Sending you virtual hugs. Bye-bye.